ചാലിയം ഫിഷ് ലാൻഡിംഗ് സെന്ററിൽ തീപിടിച്ച് 20ഓളം ഷെഡുകൾ കത്തിയമർന്നു. നിരവധി പേർക്ക് ജീവനോപാധികൾ നഷ്ടമായി. ലക്ഷങ്ങളുടെ നാശനഷ്ടമുണ്ടായതായാണ് വിലയിരുത്തൽ. തിങ്കളാഴ്ച രാത്രി 8 മണിയോടെയാണ് സംഭവം. ചാലിയം ഫിഷ് ലാൻഡിംഗ് സെന്ററിൽ വൻ തീപിടുത്തം. മത്സ്യബന്ധന ഉപകരണങ്ങൾ സൂക്ഷിക്കുന്ന നിരവധി ഓലഷെഡുകൾ കത്തിനശിച്ചു. മീൻചന്തയിൽ നിന്ന് ഫയർഫോഴ്സ് എത്തിയാണ് തീയണച്ചത്. തീപിടുത്തത്തിൽ ലക്ഷങ്ങളുടെ നാശനഷ്ടമാണുണ്ടായതെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. മത്സ്യബന്ധനത്തിനും വിപണനത്തിനുമുള്ള സാധനങ്ങൾ സൂക്ഷിക്കുന്ന ഓലഷെഡുകളാണ് കത്തിനശിച്ചത്. തിങ്കളാഴ്ച രാത്രി 8 മണിയോടെയാണ് സംഭവം. തീപിടുത്തമുണ്ടായതിന്റെ കാരണം വ്യക്തമല്ല. നിരവധി ഷെഡുകളിൽ മണ്ണെണ്ണ സൂക്ഷിച്ചിരുന്നതിനാൽ നിമിഷങ്ങൾക്കകം തീ ആളിപ്പടരുകയായിരുന്നു. നിരവധി മണ്ണെണ്ണ ബാരലുകളും കത്തിനശിച്ചു. 20ഓളം ഷെഡുകളാണ് തീപിടുത്തത്തിൽ കത്തിയമർന്നത്. മത്സ്യത്തൊഴിലാളികളും മത്സ്യവിപണന തൊഴിലാളികളും തങ്ങളുടെ സാധന സാമഗ്രികൾ സൂക്ഷിക്കാൻ ഉപയോഗിച്ചു വന്നിരുന്ന ഷെഡുകളാണ് പൂർണ്ണമായും ചാരമായത്. മത്സ്യബന്ധന യാനങ്ങളുടെ എഞ്ചിനുകൾ അറ്റകുറ്റപ്പണി നടത്തി വന്നിരുന്ന ചാലിയം സ്വദേശിയുടെ ഉടമസ്ഥതയിലുള്ള ഒരു ഷെഡും കത്തിനശിച്ചവയിൽ ഉൾപ്പെടും. അഷ്റഫ്, ഷിഹാബ്, ഇസ്മായിൽ തുടങ്ങിയ വ്യക്തികളുടെയും ഇലാഹി, BMC, 4 സ്റ്റാർ, ഗാലക്സി തുടങ്ങിയ ഗ്രൂപ്പുകളുടെയും ഉടമസ്ഥതയിലുള്ള ഷെഡുകളാണ് അഗ്നിക്കിരയായത്. മത്സ്യം സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന വിവിധ ഗ്രൂപ്പുകളുടെ 3000ഓളം പ്ലാസ്റ്റിക് ബോക്സുകൾ കത്തിനശിച്ചു. തീപിടുത്തത്തിൽ നിരവധി പേരുടെ ജീവനോപാധികളാണ് നഷ്ടമായത്. ലക്ഷങ്ങളുടെ നാശനഷ്ടമുണ്ടായതായാണ് വിലയിരുത്തൽ. ഫിഷ് ലാൻഡിംഗ് സെന്ററിലെ തൊഴിലാളികളും നാട്ടുകാരും ചേർന്ന് തീയണയ്ക്കാൻ ശ്രമിക്കുന്നതിനിടെ തീ അതിവേഗം ഇതര ഷെഡുകളിലേക്കും പടരുകയായിരുന്നു. നിമിഷങ്ങൾക്കകം പ്രദേശം അഗ്നിഗോളമായി മാറി. മീൻചന്ത ഫയർഫോഴ്സ് എത്തി രാത്രി 9:30യോടെയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്.